എന്താ ബാലെ? അച്ഛൻ വന്നോ? എന്താ എന്താ ബാലെ? എന്താ എന്താ മോളെ? എന്താ എന്താ കന്നി? എന്തോ ബാല എന്താ മോളെ? അച്ഛൻ വന്നു ഇല്ല. എന്താ നിനക്ക് എന്താ മോളെ? ബാലെ കാര്യം പറയും. എനിക്കെന്തോ ഒരാപൽ ശങ്ക. പുലർച്ചയ്ക്ക് പെരുമീൻ കണ്ട് ഞങ്ങൾ പൊന്നാപുരത്തേക്ക് പുറപ്പെടുകയാണമ്മേ. അത് വേണോ മക്കളെ? അച്ഛനെ പിന്നെ അന്വേഷിക്കണ്ടേ അമ്മേ? ഞങ്ങൾ പോകാൻ തീർച്ചപ്പെടുത്തിയമ്മേ. നിനക്കഷ്ടം പറഞ്ഞിരുന്ന നാഗമാണ് പോലെ കന്നി. നിനക്ക് കാതിപ്പോ ആ കർമ്മം ചെയ്ത് ചതിച്ച കുത്തിമക്കളെ ആ കർമ്മം ചെയ്ത് തെളിപ്പിടിച്ച് അച്ഛന്റെ ചിറക്ക് തുടങ്ങുന്നതിന് മുമ്പ് കത്തിയിരിക്കണം മക്കളെ, കത്തിയിരിക്കണം. എല്ലാവരും കോട്ടയിലെത്തി അവിടെ നടക്കുന്ന അനീതികൾക്ക് അറിഞ്ഞു വരുത്തണം മക്കളെ, അറിഞ്ഞു വരുത്തണം. കണ്ടോ പാട്ടി, മാണിക്യത്തിന് പകരം ഇത്രയും മതിയോ? കഥ ഇനിയും കേട്ടോളൂ. മതി, കേട്ടോളും മതി. കഷ്ടം, കറുവഞ്ചേരി കുടുംബം കുഴികുത്താൻ ഇനി എന്ത് വേണം? എല്ലാം കാവലമ്മ കാണണം. മറയാതെ ഞാൻ എല്ലാം ഒഴിഞ്ഞു. കറുവഞ്ചേരി കുടുംബത്തിൽ നിന്ന് കൊണ്ടുപോയതെല്ലാം കളഞ്ഞു കുളിച്ച് കയ്യും വീശി പോരി. ദേശായി ഞാനിവിടുന്ന് കൊണ്ടുപോയ മാണിക്യം അത് നമ്മുടെ കുട്ടിയെ എന്നെടുത്തോളൂ. നല്ലൊരു മനുഷ്യനെ ചതിച്ചു കൊന്നു കൊണ്ടുപോകുന്ന കാശ് പോലും എനിക്കും മക്കൾക്കും വേണ്ട. ഇവിടുത്തെ പാടില്ല. അതൊന്നും ആരും അറിഞ്ഞിട്ടില്ല. പിന്നെ കൊണ്ടുവന്നതെല്ലാം പാലൂർ കൊണ്ടുപോയി കൊടുത്ത് മാപ്പിരക്കി. ആട്ടെ, കമ്മുവും കനാരനും വന്നോട്ടെ, കൂട്ട പിടിച്ചടക്കിക്കോട്ടെ. എന്നിട്ട് മാണിക്യവും നിധിയും കൊണ്ടുവന്നോട്ടെ. ഈ കാണായ സ്വർണവും വെള്ളി ഈ കീഴ്ക്ക് പലിശയും ചേർത്ത് കൊണ്ടുപോയി പാലൂർ കൊടുത്തേക്കാം. കാലാകാലമായി കാത്തു സൂക്ഷിച്ചിരുന്ന മാണിക്യമാണ് കൊണ്ടുപോയി കളിച്ചു തോറ്റത്. കറുവഞ്ചേരി കുടുംബത്തിൽ നാം മാണിക്യം കൈവിട്ടു പോവില്ലെന്ന് കരുതിയല്ലേ കൊണ്ടുപോയി കളിച്ചത്. അതല്ല പോട്ട്, നീ വന്ന കിഴിയൊക്കെ പിടിച്ചോളൂ. നിങ്ങൾ പോയി, ഞാൻ അലറി വിളിക്കും. എന്താ നമ്പേട്ടി? യജമാനെ പിറക വിട്ടിരിക്കുന്നു.
എന്തും ചെയ്യും. തമ്പ്രാട്ടി വരുന്നു. ഇല്ല കുഞ്ഞിപ്പണി, തൊഴിൽക്കൊല്ലം കൂടി ചെയ്യട്ടെ. എല്ലാം തികഞ്ഞു. ഇത് പേര് മരണം തന്നെ. തമ്പ്രാട്ടി കുട്ടിയെ അവസെങ്കിലും പറയും. ആന മുന്നോട്ട്, കാലാൽ മുന്നോട്ട്. എന്താ കുഞ്ഞിപ്പണി ഒരു ആരോഗ്യം? അയ്യോ, എന്റെ കവിലെന്ന് പറയാതാണെന്ന് തോന്നുന്നല്ലോ. കുഞ്ഞിപ്പണി എന്താണ് ഒരു ആരവം? എനിക്കറിയാം, പടയിളക്കമല്ലേ പാലൂരെന്ന്. ഞാൻ നനച്ചതാണ്. കറുവഞ്ചേരി കുറുപ്പവിടെ ഏർത്ത് വിളിച്ചവരില്ല. ഓരങ്ങ് വിളിക്കുകയാണ്. ആ ചതിയനെ കാണണം. മുന്നോട്ട് വരീൻ. പാപത്തിന്റെ ഫലം ഉടൻ അനുഭവിച്ചോണ്ട് പാലൂരത്ത് പടയെത്തി കൊയ്ത്തു തുടങ്ങി. മുത്തച്ഛൻ വെട്ടേറ്റ് വീഴുണ്ടെങ്കിൽ വഴിമാറി നിൽക്കേ. ഓഹോ, നീ അത്രയ്ക്ക് വലിയ ഉണ്ണിയാച്ചേ. നീയോ? കറുവഞ്ചേരി കുറുപ്പിന്റെ പാദം കഴുകുന്ന മുരട്ട് കിഴവ. എവിടെ നിന്റെ കറുവഞ്ചേരി? എവിടെ കുറുപ്പിന്റെ രണ്ട് ആൺപിറപ്പ്? ഇവിടുത്തെ വീട്ടമ്മ എവിടെ? വീരക്കുട്ടികളെ, ഊര് വിളയ്ക്കാത്ത കിളിക്കുഞ്ഞെന്ന് കരുതി കരുണ കാണിച്ചു. മേൽക്കൂര കത്തിച്ചിട്ടും പെൺകൊല വേണ്ടെന്ന് കരുതി കണ്ണടച്ചു. എന്നിട്ടും നായൻ കുട്ടികളെ പോലെ മുറുമുറുത്തു. കറുവഞ്ചേരി കുറുപ്പാടി മൊഴിയണം. എന്റെ ഈ ഊർമിയം നാട്ടി വീശിയാൽ കരിച്ചേമ്പിൻ തണ്ട് പോലെ അരിഞ്ഞു വീടും. പരമദ്രോഹി, എന്റെ അച്ഛനെ ചതിച്ചു കൊന്ന ചതിയ. ചതിയിൽ ചന്തുവേയും തോൽപ്പിച്ച ദുഷ്ട, നീ ഉറുമ വീശി. നിന്റെ ഉറിമിവാൾ എന്റെ മുടിനാരിക കൊണ്ട് ഞാൻ പിടിച്ചു കെട്ടും. പാലൂര ബാലയാണ് മൊഴിയണത്. നിന്റെ ചോര കുടിക്കാതെ ഈ വാളിന്റെ ദാഹം തീരില്ല. കളരി പരമ്പര ദൈവങ്ങളാണ് സത്യം.
ദ്രോഹി കൊല്ലി. അറിയായെല്ലാം പറഞ്ഞു. ഉറുപ്പിന്റെ ഭാര്യയും മക്കളെയും കണ്ടി തീയിൽപ്പെട്ട് മരിക്കുക. ശരി, വരും. മക്കൾക്ക് അവസാനമായി നാഗമാലയും കാതിപ്പൂവും എനിക്ക് പട്ടും നൽകി. ഞങ്ങൾക്ക് വേണ്ടിയിരുന്നത് അവിടുന്ന് മാത്രമായിരുന്നു. അമ്മ കരയരുത്. ഈ കണ്ണീരുകൂടി കണ്ടു കഴിയാൻ ഞങ്ങൾക്കാവില്ലമ്മേ. അമ്മയ്ക്ക് ഞങ്ങളുണ്ട്. തമ്പുരാട്ടി ഇങ്ങനെ കരഞ്ഞാലോ? കുഞ്ഞുങ്ങളെ സമാധാനിപ്പിക്കുകയല്ലേ വേണ്ടത്? നാം ഇങ്ങോട്ട് പോകുന്നു. ഇവ സന്ദർശിക്കുകയാവാലോ എന്ന് കരുതി. എങ്കിലും കറവഞ്ചേരി ഇങ്ങനെ കലങ്കി ചെയ്തെന്ന് ഓർക്കുമ്പോ നാടുവാഴി തമ്പുരാൻ കുട്ടികളെ ആ കഥ ഇനി ഓർപ്പിക്കല്ലേ? മൺമറഞ്ഞ എന്റെ അച്ഛന്റെ ചിതയിലെ മണ്ണും ചാരവും എടുത്ത് ഞാൻ സത്യം ചെയ്യുന്നു. കുട്ടി ശബദങ്ങൾ ഒന്നും അറിവ് കേട്ടോ? അച്ഛനാണ്, എന്റെ അമ്മയാണ്, കളരി പരമ്പര ദൈവങ്ങളാണ്. കാളികാവിൽ അമ്മയെ സാക്ഷി നിർത്തി ചൊല്ലുന്നു. എന്റെ കഴുത്തിൽ ആണൊരുത്തൻ നാഗമാല ചാർത്തും മുൻപ് കറുവഞ്ചേരി കുറുപ്പിന്റെ മക്കൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഈ ബാല പ്രതികാരം ചെയ്യും. ഇത് സത്യം, സത്യം.